ഞാനിപ്പോൾ ഇത് കോട്ടയം റെയിൽവേ സ്റ്റേഷനിലാട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് യാത്ര ചെയ്യാൻ പോകുന്നത് ഇവിടെ നിന്ന് ഒരു 12 കിലോമീറ്റർ മാറി കുമരകത്തേക്കാട്ടോ നമ്മൾ ആദ്യം പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ കുമരകം പോയിട്ട് അവിടെ നിന്ന് നമ്മൾ കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട് കായലിൽ കൂടെ നമ്മൾ ഗവൺമെൻറ് ബോട്ടിൽ യാത്ര ചെയ്യാൻ പോകട്ടോ. അപ്പോൾ നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഹമ്മദ് എന്ന സ്ഥലത്താണ്, ആലപ്പുഴ ജില്ലയിലെ. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് അവിടെ നിന്ന് നമ്മുടെ ബോട്ട് എപ്പോഴാണ്, എങ്ങനെയാണ് നമുക്ക് അവിടേക്ക് ഈ ബോട്ട് കിട്ടാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ ബസ് സ്റ്റാൻഡിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാനിട്ടുള്ളത് കോട്ടയം റെയിൽവേ സ്റ്റേഷനിലാണ്. നമുക്ക് പുറത്ത് പോയിട്ട് ബസ് സ്റ്റാൻഡിൽ പോയിട്ട് അവിടെ നിന്ന് ബസ് എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് യാത്ര ചെയ്യാം. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം. ഞാനിത് കോട്ടയം റെയിൽവേ സ്റ്റേഷനിലാട്ടുള്ളത്. ഇവിടെ ചെറിയൊരു മഴയൊക്കെ ഉണ്ട്, പക്ഷെ നമ്മളത് കാര്യമാക്കുന്നില്ല. നമ്മളെന്തായാലും ഇറങ്ങി. അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യാൻ തന്നെ പോവാണ്. അപ്പോൾ നമ്മൾ നേരെ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് നോക്കിയിട്ട് ഭക്ഷണം കഴിക്കാട്ടോ. ഇതാണ് നമ്മുടെ സ്റ്റേഷൻ്റെ എൻട്രൻസ് വരുന്നത്. കോട്ടയം റെയിൽവേ സ്റ്റേഷൻ്റെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അകത്ത് തന്നെയാണ് കേട്ടോ. ഇതൊക്കെയാണ് ടാക്സി സ്റ്റാൻഡ്, അതുപോലെ ഓട്ടോ സ്റ്റാൻഡൊക്കെ ഇവിടെ ആട്ടോ വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിലെ എങ്ങനെ പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. നമുക്ക് ആദ്യം പോയിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് നേരെ ബസ് സ്റ്റാൻഡിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ നടന്ന് സ്റ്റേഷൻ്റെ എക്സിറ്റിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ഇവിടെ ഒരു ആര്യഭവൻ എന്ന് പറഞ്ഞ ഹോട്ടലിലേക്കാണ്. അപ്പോൾ നമ്മൾ സ്റ്റേഷനിൽ നേരെ പുറത്തിറങ്ങിയ വശം വലത്തോട്ടാട്ടോ നമുക്ക് പോകേണ്ടത്. വലത് സൈഡിലാണ് ഹോട്ടലുള്ളത്. അപ്പോൾ അവിടെ നിന്ന് നേരെ പോയാൽ തന്നെ നമ്മുടെ ബസ് സ്റ്റാൻഡ് എത്തും. ബസ് സ്റ്റാൻഡിൽ നിന്നാണ് നമ്മുടെ ബസ് കേട്ടോ. അല്ലാതെ ഇവിടെ നിന്ന് ബസ് കിട്ടുമെന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും ബസ് സ്റ്റാൻഡിൽ പോയി തന്നെ കയറാമെന്നുള്ള ഒരു പരിപാടിയാണ്. നമ്മളിത് നേരെ മെയിൻ റോഡിലാട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റേഷൻ്റെ എൻട്രൻസ് വരുന്നത്. ഇപ്പോൾ കോട്ടയം റെയിൽവേ സ്റ്റേഷൻ്റെ എൻട്രൻസ് എക്സിറ്റ് ചെയ്താട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നേരെ റൈറ്റ് എടുത്ത് നമ്മൾ നേരെ ഹോട്ടലിലോട്ട് പോവാണ്. നമ്മൾ ഈ നേരെ നടന്ന് ചെല്ലുന്നത് ബസ് സ്റ്റാൻഡിലോട്ടാട്ടോ. ഈ വഴി നേരെ ചെന്നെത്തുന്ന ബസ് സ്റ്റാൻഡിൻ്റെ അവിടേക്കാണ്. നമുക്ക് ട്രെയിനിൽ കൂടെ പോകുമ്പോൾ കാണാം നമ്മുടെ പാരലൽ തന്നെ കേട്ടോ റെയിൽവേ ലൈൻ പോകുന്നത്. അത് തന്നെയാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗങ്ങൾ. അപ്പോൾ നമ്മൾ ഈ പാരലിൽ കൂടെ നടന്ന് നേരെ നമ്മൾ ചെന്ന് കയറാൻ പോകുന്ന ബസ് സ്റ്റാൻഡിലേക്കാണ്. അവിടെ നിന്നാട്ടോ നമ്മുടെ ബസ് ഉള്ളത് കുമരകത്തോട്ട്. ഭക്ഷണം കഴിച്ചിറങ്ങിയിട്ടോ. ഞാൻ അവിടെ നിന്ന് കഴിച്ചത് ഒരു ഗീ റോസ്റ്റ് ആയിരുന്നു. ഗീ റോസ്റ്റ് കുറച്ച് ഇതായി പോയിട്ടോ, കൂടിപ്പോയി. കാരണം കഴിക്കാൻ പറ്റാത്ത രീതിക്ക് കുറച്ച് ഓയിലി ആയിരുന്നു. അപ്പോൾ നമ്മളൊരു 3/4 ഭാഗമൊക്കെ കഴിച്ചുള്ളൂ. പിന്നെ വട കൊള്ളായിരുന്നു കേട്ടോ. വട അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാനൊരു കോഫിയും കുടിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിത് ആര്യ സ്റ്റാൻഡിൽ ഇറങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ വട്ടത്തെ അത്ര എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ല കേട്ടോ. കഴിഞ്ഞ വട്ടം കുറച്ചുകൂടെ നല്ലതായിരുന്നു. ഈ വട്ടം എനിക്കൊരു ആവറേജ് റേറ്റിങ്ങിന് തരാനുള്ളൂ. കാരണം മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മൾ നേരത്തെ ബസ് സ്റ്റാൻഡ് ലക്ഷ്യമാക്കി നടക്കുകയാണ്. ഈ വലതു ഭാഗത്ത് കാണുന്ന തന്നെയാണോ നമ്മുടെ ബസ് സ്റ്റാൻഡ് വരുന്നത്. നമുക്ക് അകത്തോട്ട് പോവാം. പോയിട്ട് നമ്മുടെ ബസ് എവിടെ ഇട്ടിട്ടില്ല നോക്കാം കേട്ടോ. ഇവിടെ കുറേ ബസ്സുകൾ കിടക്കുന്നുണ്ട്. നമ്മുടെ ബസ് ഏതാണ്ട് തപ്പിയെടുക്കണം. നമുക്ക് പോകേണ്ടത് കുമരകം ഭാഗത്തോട്ടാണ്. അകത്തോട്ട് തന്നെ പോയി നോക്കാം. ഇവിടെ ചങ്ങനാശ്ശേരി ബസ്സൊക്കെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. ചങ്ങനാശ്ശേരി മെഡിക്കൽ കോളേജ് ബസ് വരുന്നുണ്ട്. ഇവിടെ മുണ്ടക്കയം, നെടുകണ്ടം അങ്ങനെ ഒരു ബസ് കിടക്കുന്നുണ്ട്. പിന്നെ മെഡിക്കൽ കോളേജ് ICH ആ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ ബസ് നോക്കാം. വൈറ്റില ഹബ്ബ് പോകുന്ന ബസ് ഇത് ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്, എറണാകുളം. ഇവിടെ ഒരു കുമരകം വണ്ടി ഉണ്ട്, പക്ഷെ അത് നമ്മുടെ അങ്ങോട്ട് പോയില്ല എന്ന്. നമ്മുടെ ജെട്ടി പോണ വേറെ കുമരകം ബസ് ഇവിടെ വരുന്ന പറഞ്ഞിട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ നേരെ ഓപ്പോസിറ്റായിട്ട് കുറേ വണ്ടികൾ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങടയ്ക്കാന്നുള്ളത് നമുക്ക് അറിയുന്നില്ല കേട്ടോ. ഇവിടെ വെക്കം പോണൊരു വണ്ടി ഉണ്ട്, കുമരകം വെക്കം ഒരു വണ്ടി കാണാനുണ്ട്. അപ്പോൾ അതാവും തോന്നുന്നു മിക്ക നമ്മുടെ. ഞാൻ എന്തായാലും വരുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. എനിക്ക് ബസ് കിട്ടിയിട്ടോ. SNT എന്ന് പറഞ്ഞിട്ടുള്ള ബസ്സാണ് നമ്മൾ കയറിയിട്ടുള്ളത്. അപ്പോൾ അത് എന്തായാലും നമ്മുടെ ബോട്ട് ജെട്ടി പോകുന്ന പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ കയറി ഇരുന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് എത്ര നേരം എടുക്കുന്നൊന്നും അറിയില്ല നമുക്ക് പോകാനായിട്ട്. ബസ് എടുത്തിട്ടില്ല. ഇവിടെ നിന്ന് ബസ് കുറച്ച് നേരത്തിൽ എടുക്കും. നമുക്ക് എങ്ങനെയാണ് വഴികളൊക്കെ കണ്ട് എത്ര നേരം എത്തുന്നുള്ളത് കാണാം കേട്ടോ. അപ്പോൾ നമ്മളിത് എവിടെ നിന്ന് എടുത്തിരിക്കുകയാണ്, നമ്മുടെ കോട്ടയം ബസ് സ്റ്റാൻഡിൽ നിന്ന് എടുത്തിരിക്കുക കേട്ടോ. ഇവിടെ തന്നെ കുമരകത്തിൻ്റെ ഇഷ്ടംപോലെ ബസ്സുകളുണ്ട് കേട്ടോ. പക്ഷേ കുമരകം ബസ് കാണുമ്പോൾ നിങ്ങളൊരു കാര്യം പറയാം, ജെട്ടിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പ്രത്യേകം എടുത്ത് പറയണം കേട്ടോ, ബോട്ട് ജെട്ടിയാന്നുള്ളത്. കാരണം കുമരകത്തിന് 2 ടൈപ്പ് ബസ്സുകളുണ്ട്. ജെട്ടി പോണ ബസ്സുകളുണ്ട്, ജെട്ടി പോകാത്ത ബസ്സുകളുണ്ട്. അപ്പോൾ അത് നോക്കി കയറുക. എല്ലാ ബസ്സും കുമരകം പോണ ജെട്ടി പോവില്ല, ചോദിച്ചിട്ട് വേണം കയറാൻ. ഈ SNT എന്ന് പറഞ്ഞിട്ടുള്ള ബസ് പോട്ടോ. ഈ ആലപ്പുഴ ഭാഗം പോകുന്ന കുമരകം പോകുന്ന ബസ്സൊക്കെ ജെട്ടി പോട്ടോ. അപ്പോൾ SNT എന്ന് പറഞ്ഞ ബസ്സിൽ നിങ്ങൾക്ക് കയറാം. അപ്പോൾ നമ്മളിത് സ്റ്റാൻഡിൽ നിന്ന് എടുത്തിരിക്കുകയാണ്. സ്റ്റാൻഡിൽ നിന്ന് എടുത്ത് നമ്മൾ നേരെ നമ്മുടെ വഴി ലക്ഷ്യമാക്കി പോവാണ്, കുമരകം ജെട്ടി ലക്ഷ്യമാക്കി പോവാണ്. അപ്പോൾ എത്ര നേരം എടുക്കുന്നുള്ളത് ഞാൻ അവിടെ എത്തുമ്പോൾ പറയാം കേട്ടോ. ഇവിടെ നിന്ന് 13 കിലോമീറ്ററാണ് നമ്മുടെ ജെട്ടിയിലോട്ടുള്ള ദൂരം. നമ്മളവിടെ നിന്നൊക്കെ വന്നൊരു യൂട്ടേണൊക്കെ എടുത്ത് നമ്മൾ നേരെ റൈറ്റ് കയറിയിരിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ റൂട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ആലപ്പുഴ പോണ റൂട്ട് തന്നെയാണ് കേട്ടോ നമ്മുടെ റൂട്ട്. ഈ ബസ് ചേർത്തല പോണ ബസ്സാണ്. അപ്പോൾ ചേർത്തല പോണ ബസ് തന്നെയാണ് നേരെ നമ്മുടെ ജെട്ടി കഴിഞ്ഞ് അങ്ങനെ നേരെ പോണത് കേട്ടോ. കുമരകം ജെട്ടി കഴിഞ്ഞ് ചേർത്തല പോണത്. നമ്മൾ ബസ്സിന് വരെ ബോട്ടിൽ പോകും.
നമ്മുടെ ടിക്കറ്റ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് പള്ളിച്ചിറയിലോട്ടാട്ടോ തന്നിരിക്കുന്നത്. കോട്ടയം പള്ളിച്ചിറയാണ് നമ്മുടെ ബോട്ട് ജെട്ടിൻ്റെ ടിക്കറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഒരാൾക്ക് ആദ്യം 20 രൂപ കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഒരു അരമണിക്കൂർ യാത്ര ഉണ്ടെന്നാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ കയറിയിട്ടൊരു 10 മിനിറ്റ് ആയി. ഇപ്പോൾ 20-25 മിനിറ്റിൽ ബ്ലോക്കൊന്നും ഇല്ലെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് തന്നെ അവിടെ എത്തും കേട്ടോ. നല്ല മഴയുണ്ട് കേട്ടോ. അപ്പം മിക്കവാറും നമ്മുടെ ഇന്നത്തെ ബോട്ട് യാത്ര ഒരു മഴയിലുള്ളൊരു ബോട്ട് യാത്രയാവും. സൈഡിൽ കൂടെ മീൻച്ചിലാറെന്നെ തോന്നുന്നു കേട്ടോ. കുറേ നേരം നമ്മൾ കാണണ്ടായിരുന്നു. ഇപ്പം നമ്മളൊരു ജംഗ്ഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ മഴയാൽ തന്നെ നമ്മുടെ ബോട്ട് യാത്ര അടിപൊളിയായിട്ട് ആസ്വദിച്ച് നമുക്ക് മുഹമ്മദ് പോയി എത്താം. നമ്മളിപ്പോൾ ഈ കയറുന്നത് മീനിച്ചിലാറാട്ടോ. ഞാൻ പറഞ്ഞില്ലേ, മീനിച്ചിലാറ് പാലത്തിൻ്റെ മേലെ കൂടെ നമ്മളിപ്പോൾ കിടക്കുകയാണ് കേട്ടോ. ഈ ഒഴുകുന്നത് മീനിച്ചിലാറാണ്. മീനിച്ചിലാറ് കൂടെ തന്നെയാണ് നമ്മൾ പോകണ്ടാവുക. ഈ കാണുന്ന ബസ്സിലാട്ടോ നമ്മൾ വന്നത്. SNT ചേർത്തല, കോട്ടയം ചേർത്തലയിലോട്ട് പോണ ബസ്സാട്ടോ. അത് നമുക്ക് നേരെ മുമ്പിലോട്ട് നടക്കാം. മുമ്പിലോട്ട് നടന്നിട്ട് താഴോട്ട് ഇറങ്ങിയാലാണ് ജെട്ടി എന്നാണ് കേട്ടത് കേട്ടോ. ഈ ബസ്സിൻ്റെ മുമ്പിലത്തെ സൈഡിലത്തെ വഴിയാ തോന്നുന്നു. നമുക്ക് അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഇനി പോയി നോക്കാം എവിടേക്കാന്നുള്ളത്. ഈ റോഡിൻ്റെ സൈഡിൽ കൂടെ ഇറങ്ങുമ്പോഴാട്ടോ നമ്മുടെ ജെട്ടി കാണുന്നത്. അപ്പോൾ നേരെ നമ്മൾ അങ്ങോട്ടാണ് പോണത്. നമുക്കതിന് സമയങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. പോയിട്ട് കുമരകം ബോട്ട് ജെട്ടി നമുക്ക് പോകേണ്ടത് മുഹമ്മയിലേക്കാണ്. ഇതാണ് നമ്മൾ ഇറങ്ങി വരുമ്പോഴുള്ള വഴി. അപ്പോൾ നമുക്ക് പതിയെ ഇറങ്ങിയിട്ട് ബോട്ട് വരാറായോ നോക്കാം. എത്ര മണിക്ക് അടുത്ത ബോട്ട് എന്നുള്ളത് നോക്കിയിട്ട് ഞാൻ ടൈമിങ് കാണിച്ചു കേട്ടോ. ഇത് ഗവൺമെൻറ് ബോട്ട് ജെട്ടി കുമരകം. നമ്മൾ കറക്റ്റ് അവിടെ എത്തിയിരിക്കുകയാണ്. അത്യാവശ്യം തിരക്കുണ്ട് തോന്നുന്നു കേട്ടോ കയറാനായിട്ട്. ഈ കാണുന്നൊരു ബിൽഡിംഗ് ആട്ടോ നമ്മുടെ വേമ്പനാട് കായൽ ബോട്ട് ദുരന്ത സ്മാരക മന്ദിരം നടന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതായിട്ട് ഈ ബിൽഡിങ്ങിൽ അവർ വെച്ചിട്ടുണ്ട്. എന്ന് പറയുന്നത് കുമരകം ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു ബ്ലോക്ക് ബിൽഡിങ്ങാണ് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അപ്പുറത്തൊരു ഹൗസ് ബോട്ടൊക്കെ നിർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതൊക്കെ പ്രൈവറ്റ് ആവശ്യത്തിന് വേണ്ടി എടുക്കുന്നതെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മുഹമ്മയിലേക്കുള്ള ബോട്ട് 11:45. അപ്പോൾ 11:35 10 മിനിറ്റിൽ ബോട്ട് വരുമെന്ന് വിചാരിക്കണം. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിവിടെ നിൽക്കണം കേട്ടോ. ഞാൻ കുറച്ചുകൂടെ നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് 11 മണിയുടെ ബോട്ട് കിട്ടിയിട്ടാവും. പക്ഷേ ബസ് കുറച്ച് ബ്ലോക്കിലൊക്കെ പെട്ട് ആകെ ഒരു പ്രശ്നമായി പോയി. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോൾ ആ ഒരു സമയവും കൂടെ പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് നമുക്കൊരു ഇത്ര ഡിലേ ആയിട്ട് നമ്മളിവിടെ എത്തിയത്. ഇവിടെ ഈ കാണുന്ന കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ പ്രൈവറ്റ് ടൂറിസ്റ്റ് ബോട്ട് വന്നിരിക്കുക കേട്ടോ. ഹൗസ് ബോട്ട് പോലത്തെ. അപ്പോൾ അവർക്ക് കയറി പോകാനായിട്ട് ഇപ്പോൾ അത് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നിരിക്കുകയായിരുന്നു. അപ്പോൾ അവർക്ക് കേരള ധൃതിയിൽ നിൽക്കാം കേട്ടോ. നമ്മുടെ ബോട്ട് ഇതിൻ്റെ പിറകെ ഉണ്ടാവുക. നമ്മൾ ഗവൺമെൻറ് ബോട്ടിലാണ് പോണത്. ഇവരൊക്കെ ഇതിന് വേണ്ടിയായിരുന്നു ഇവിടെ നിൽക്കണ്ടായിരുന്നത്. ശരിക്കും ഗവൺമെൻറ് ബോട്ട് ജെട്ടിയാണ്. പക്ഷേ ഇവരുടെ ബോട്ട് ഇവിടെ കൊണ്ടുവരും തോന്നുന്നുണ്ട് കേട്ടോ എനിക്ക്. പക്ഷേ ഇവർ ഇവിടെ നിന്നാണ് കയറുന്നത് കാണുന്നത്. ഇതാണ് കേട്ടോ നമ്മുടെ സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് മുഹമ്മയുടെ ബോട്ട് ടൈമിങ്സ് വരുന്നത്. മുഹമ്മ ടു കുമരകം, അതുപോലെ കുമരകം ടു മുഹമ്മ ടൈമിങ്സ് ഇതൊക്കെയാട്ടോ വരുന്നത്. ഇത്ര ടൈമിങ്സിലാണ് നമ്മുടെ ബോട്ടുകൾ ഇവിടുന്ന് ട്രിപ്പ് നടത്തുന്നത്. അപ്പോൾ ഇതൊക്കെ നോക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാതിരാമണലിന് ട്രിപ്പ് ഉണ്ട് കേട്ടോ. ഈ സമയത്ത് തന്നെ നമ്മുടെ ബോട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. ബോട്ട് പഠിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് അകത്ത് കയറാം കേട്ടോ. ബോട്ട് പതുക്കെ ഇവിടെ വന്ന് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ. ഇതാണ് നമുക്ക് പോകാനുള്ള ബോട്ട് കേട്ടോ. വണ്ടിയൊക്കെ ഇറക്കിയിട്ടാവും നമ്മളെ കയറ്റാവുന്നുണ്ട് കേട്ടോ. ഇവിടെ ചോദിച്ചപ്പോൾ റിവേഴ്സ് പോയിട്ട് വന്നിട്ടാണ് നമ്മളെ കയറ്റുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ റിവേഴ്സ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ബോട്ട്. ഇവിടെ നിന്ന് തിരിച്ച് റിവേഴ്സ് അടിച്ച് തിരിച്ച് നിർത്തിയിട്ടാവും നമ്മളകത്ത് കയറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതിനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് റിവേഴ്സ് അടിക്കാനായിട്ട്, കാരണം ചെറിയൊരു സ്പേസാണ്. അപ്പോൾ ഒരു ബാക്ക് ഫ്രണ്ട് പോയി വന്നാലാണ് ഇത് റിവേഴ്സ് അടിക്കാൻ പറ്റുള്ളൂ. അത്യാവശ്യം തിരക്ക് ഞായറാഴ്ച കൊണ്ട് തന്നെ ബോട്ടിൽ കയറാറുണ്ട് കേട്ടോ. അപ്പോൾ പതുക്കെ തിരിച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മൾ മിക്കവാറും ബോട്ട് ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ ഫുള്ളായിരിക്കും. അങ്ങനെ നമ്മുടെ ബോട്ടിൽ റിവേഴ്സ് എടുത്ത് ബാക്ക് സൈഡ് നോക്കി വരാൻ പോകാട്ടോ. ഇപ്പോൾ ഇനി നമുക്ക് കയറാൻ പറ്റും ഉള്ളിലോട്ട്. റിവേഴ്സിൽ കഴിഞ്ഞിട്ട് അടുപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കയറാൻ എന്തായാലും പതുക്കെ വന്ന് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുപ്പിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മുടെ ബോട്ട്.
പോയിട്ട് ഒരു വിൻഡോ സൈഡ് തന്നെ പിടിക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല വ്യൂ കിട്ടാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഫ്രണ്ടിൽ വിൻഡോ സൈഡ് തന്നെ പിടിച്ചിരിക്കാം. അപ്പോൾ നമുക്ക് നല്ല വ്യൂവും കിട്ടും, ഫ്രണ്ടിലത്തെ വ്യൂവും കാണാം കേട്ടോ. ഇതാണ് നമ്മുടെ ബോട്ടിൻ്റെ ഒരു കാഴ്ച വരുന്നത്. ചെറിയൊരു ബോട്ടാട്ടോ, നമ്മളന്ന് ആലപ്പുഴ പോലെ അത്ര വലിയ ബോട്ടൊന്നുമില്ല, അത്യാവശ്യം ആൾക്കാർ ഇരിക്കാൻ പറ്റിയൊരു ബോട്ട് തന്നെയാണ്. അങ്ങനെ നമ്മൾ കുമരകം ചെട്ടിയിൽ നിന്ന് എടുത്തിരിക്കുക കേട്ടോ. അപ്പോൾ കുമരകം ചെട്ടിയിലൂടെ നമുക്കൊരു യാത്ര പറഞ്ഞ് നമ്മുടെ യാത്ര തുടങ്ങാം. ഇനി നമ്മൾ നേരെ ചെല്ലുന്നത് ആലപ്പുഴ ജില്ലയിലെ മൊഹമയിലോട്ടാണ്. ബോട്ട് പതുക്കെയായിട്ട് പോകുന്നുള്ളൂ, കാരണം ചെറിയൊരു പുഴയുടെ ഒരു സ്പേസാണ്. അപ്പോൾ അത്രയും ഒരു ഇതിലേ അവർക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു സ്പീഡിലൊക്കെ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കൊരു 40 മിനിറ്റിൻ്റെ യാത്രയുണ്ട് കേട്ടോ ഇവിടെ നിന്ന്. നമ്മളിപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വേമ്പനാട് കായലിൽ ചെന്ന് കയറും. അപ്പം അതൊക്കെ തന്നെയാട്ടോ പോകുന്നത്, അധികം സ്പീഡൊന്നും എടുക്കുന്നില്ല, കാരണം ആ ഒരു ചെറിയ വഴിയാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ. നമ്മളിപ്പോൾ ഈ നിന്നിരുന്ന ഈ റോഡ് ഭാഗമായിട്ട് നമുക്ക് കാണുന്നത് ചെറിയൊരു ചാനലിൽ കൂടെ നമ്മൾ നേരെ ചെന്ന് നമ്മൾ കയറാൻ പോകുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട് കായലാട്ടോ. ഇപ്പം നമ്മൾ മീനിച്ചിലാറിൻ്റെ ഒരു ചാനലിൽ കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരെ പോയിട്ട് കായലിൽ ജോയിൻ ചെയ്യും. അങ്ങനെ നമ്മളെ കുമരകം വിടാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ നേരെ ചെന്ന് വേമ്പനാട് കായലിലോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ പോകുന്ന റൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ മുഹമ്മയിലേക്കുള്ള റൂട്ടാണ്. ബോട്ട് സ്പീഡ് എടുക്കണനുസരിച്ച് നമ്മുടെ യാത്ര നടക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണാം. ഇവിടെ നമ്മൾ പോകുമ്പോൾ തന്നെ സൈഡിൽ ഹൗസ് ബോട്ടുകൾ കാണാം കേട്ടോ. ഇതൊക്കെ മറ്റേ പ്രൈവറ്റായിട്ട് ആൾക്കാർ ബുക്ക് ചെയ്ത് പോകുന്നതാണ്. ഒരു ദിവസത്തേക്ക് ഫുൾ അല്ലെങ്കിൽ 2 ദിവസത്തേക്കൊക്കെ എടുത്ത് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർക്കുള്ള ഹൗസ് ബോട്ടാണ് നമ്മുടെ സൈഡിൽ കാണാനുള്ളത്. നമ്മൾ പോകുന്നത് നമ്മുടെ ഗവൺമെൻറ് ബോട്ടിൽ തന്നെ കേട്ടോ. ഓരോ ജെട്ടായിട്ട് കയറി ഇറങ്ങിയാൽ നമ്മൾ പോകണ്ടാവുക. നമ്മുടെ നേരെ മുമ്പിൽ കാണുന്നതാണ് നമ്മുടെ വേമ്പനാട് കായൽ കേട്ടോ. കുമരകത്തിൻ്റെ വേമ്പനാട് കായൽ, കുമരകത്തിൻ്റെ അല്ല, കേരളത്തിൻ്റെ ഏറ്റവും വലിയ കായലാണ്. അപ്പോൾ അതാണ് കുമരകം വഴി ഒഴുകുന്നത്. ഇതിലൊക്കെ ഗസ്റ്റ് ഉണ്ട് കേട്ടോ ഹൗസ് ബോട്ടിലൊക്കെ. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ പോകാനായിട്ട് നിൽക്കുകയാണ്. ഗസ്റ്റിനെ കൊണ്ട് ഉച്ചയ്ക്ക് അവർ ഇറങ്ങാൻ നിൽക്കുക കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നാളേക്ക് ഉച്ചയ്ക്ക് വരാനുള്ള പോലത്തെ സെറ്റപ്പ് ആവും കേട്ടോ. ആ പാക്കിൽ നിൽക്കുന്ന 2 ഹൗസ് ബോട്ടിലും ഫുള്ള് ഗസ്റ്റുകളാണ്. അപ്പോൾ അവരൊക്കെ ഇപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ തന്നെ തിരിച്ചു വരണ പോലെ ആവും കേട്ടോ നമ്മുടെ ആ പാക്കേജ് വരുന്നത് അവരുടെ. നമ്മളിപ്പോൾ നേരെ ചെന്നത് നമ്മുടെ വേമ്പനാട് കായലിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു കപ്പേള പോലെയൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ എൻ്റെ മുട്ടണ സ്ഥലത്ത്. അപ്പോൾ ഇതൊക്കെ ഇവരുടെ ഒരു ബോട്ട് കയറാനുള്ള ഒരു സ്ഥലമാണ്. ഈ പ്രൈവറ്റ് ബോട്ടുകാരുടെ ഒരു ജെട്ടി പോലെ പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് ആട്ടോ അത്. അങ്ങനെ നമ്മൾ നേരെ ചെന്ന് കയറിയിരിക്കുകയാണ്. അവിടെ നിർത്തിയിട്ടുള്ളത് മൊത്തം ഇങ്ങനത്തെ ഹൗസ് ബോട്ടുകളാട്ടോ. ഫുള്ള് ഇടയിൽ വന്നിട്ട് പാക്കേജൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നടുവിൽ നിർത്തിയിട്ട് കേട്ടോ. പിന്നെ അവിടെ ആൾക്കാർ നമ്മൾ അപ്രോച്ച് ചെയ്യും. മറ്റേ സ്പീഡ് ബോട്ടിൻ്റെ ഒക്കെ സർവീസിന് വേണ്ടിയിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യട്ടോ. ഇത് തന്നെയാണ് നമ്മൾ ആലപ്പുഴ ഇതേപോലെ ടൂറിസ്റ്റ് ബോട്ടിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതേ പരിപാടി തന്നെയാണ് കേട്ടോ. വേമ്പനാട് കായലിൽ നടുക്ക് കൊണ്ടിട്ടിട്ട് അവിടെ വന്നിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഈ സ്പീഡ് ബോട്ട് ഇങ്ങനെ കണ്ടില്ല, ഇതുപോലത്തെ സ്പീഡ് ബോട്ട് സർവീസിലാവുമ്പോൾ പിന്നെ നമ്മളെ കൊണ്ടുപോകാം. അപ്പോൾ അതിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് യാത്ര ചെയ്ത് പോവാം. കുമരകം ടു മുഹമ്മ വരെ പോകാൻ എനിക്ക് അത് 16 രൂപ കേട്ടോ. നമ്മുടെ ഗവൺമെൻറ് ബോട്ടിൽ, നമ്മുടെ സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ അണ്ടറിൽ വരുന്ന ബോട്ടിൽ നമുക്ക് പോകാനായിട്ട് 16 രൂപയാണ്. അപ്പോൾ ഞാൻ ഇതിനു മുന്നേ കൈനഗിരി അതുപോലെ നെടുമുടിയൊക്കെ യാത്ര നടത്തിയിട്ടുണ്ടോ. അപ്പോഴും ഇതേ റേറ്റ് തന്നെ കേട്ടോ. കൈനഗിരി നമുക്ക് അപ്പർ ഡെക്കിൽ 60 രൂപയാണ്, ലോവർ ഡെക്കിൽ നമുക്ക് വരാണെങ്കിൽ ഇതേ 16 രൂപ കേട്ടോ. നമുക്കൊരു ഫുൾ ചാർജ് വരാം end to end പോകാനായിട്ട്. അപ്പോൾ നല്ലൊരു രീതിക്ക് നമുക്ക് ഈ ഗവൺമെൻറ് ബോട്ടിൽ വന്നാലും സംഭവങ്ങളൊക്കെ കവർ ചെയ്യാം കേട്ടോ. സ്ഥലങ്ങളൊക്കെ കണ്ട് വേമ്പനാട് കായലൊക്കെ ആസ്വദിച്ച് നമുക്ക് പോവാം. മറ്റേ ബോട്ട് എടുക്കുന്നവരുണ്ട്, ടൂറിസ്റ്റ് ബോട്ട് എടുക്കുന്നവരുണ്ട്. പക്ഷേ ഗവൺമെൻറ് ബോട്ട് നല്ലൊരു ഓപ്ഷനാണ് നമുക്ക് ചെറിയ ബഡ്ജറ്റിലൊക്കെ വന്ന് ആസ്വദിച്ച് പോകാനായിട്ട്. ഇത്രയും നീണ്ട് നിവർന്ന് കിടക്കുന്ന കായലാണ് നമുക്കിവിടെ കാണാനുള്ളത്. അതിൻ്റെ നടുക്കി കൂടിയാണ് നമ്മൾ പോണത്. അപ്പോൾ അത്രയും ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് 2 സൈഡിലെ വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേപോലെ തന്നെയാണ്. അപ്പുറത്ത് നമുക്ക് കുറേ ഹൗസ് ബോട്ട് ഡെക്ക് ചെയ്തിട്ടുണ്ട്, ഇപ്പുറത്തും കുറേ ഹൗസ് ബോട്ട് ഡെക്ക് ചെയ്തിട്ടുണ്ടോ. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലിരിക്കാനുള്ള കാരണം ഈ ഒരു വേവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ മറ്റേ വെള്ളം നമ്മൾ ഉന്തിത്തള്ളി പോണ ഒരു സുഖം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ മഴയത്തും കൂടെയാണ് നമ്മൾ ട്രാവൽ ചെയ്യണത്. മഴയത്തൊരു ബോട്ട് യാത്ര അത് കലക്കിയില്ലേ. അപ്പോൾ നമ്മളിത് ഇങ്ങനെ അത് ആസ്വദിച്ച് മുന്നോട്ട് പോകണം കേട്ടോ. നമുക്കിത് വലിയ യാത്രയൊന്നുമില്ല, നമ്മൾ അധികം നേരമൊന്നും എടുക്കില്ല അങ്ങോട്ട് എത്താനായിട്ട്. കേരളത്തിലെ 3 ജില്ലയിൽ കൂടെയാണ് നമ്മുടെ വേമ്പനാട്ട് കായൽ ഒഴുകുന്നത്: കോട്ടയം, ആലപ്പുഴ, എറണാകുളം. അപ്പോൾ നമ്മൾ ആ കോട്ടയം, ആലപ്പുഴ ആ ഒരു സ്ട്രെച്ചിന് നടുവിലായിട്ടാണുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഒരു ബോർഡർ എന്നൊക്കെ പറയാം. കാരണം നമ്മളിപ്പോൾ കോട്ടയത്തെ കുമരകത്തിൽ നിന്ന് കയറി ആലപ്പുഴയിലെ മുഖമേലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു കണക്ഷൻ പോയിന്റിൽ കൂടെയാണ് നമ്മുടെ യാത്ര പോകുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് മുന്നേ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അവിടെയൊക്കെ നമുക്ക് കുറച്ച് ഹൗസ് ബോട്ടുകളൊക്കെ ഡെക്ക് ചെയ്തിട്ടിരുന്നു.
അപ്പോൾ അവരൊക്കെ ഇതിൻ്റെ അകത്ത് കയറിയിട്ട് ഇവിടെ ഡെക്ക് ചെയ്തിട്ട് കുറച്ച് നേരമൊക്കെ റെസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് ഇവിടെ നിന്ന് എടുത്ത് പോകാം കേട്ടോ. ഉച്ചത്തെ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ടാവും പിന്നെ അവിടെ പോവാം. നിങ്ങൾക്ക് ദൂരെ അവിടെ ഒരു ബോട്ട് കാണാം, പിന്നെ സുമയിൽ കാണിച്ചു തരാം കേട്ടോ. അത് ആ സൈഡിൽ കൂടെ അപ്പുറത്തോട്ട് പോവാണ്, അതും ഒരു ടൂറിസ്റ്റ് ബോട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് നല്ല നല്ല കാഴ്ചകൾ നമുക്ക് ഈ വേമ്പനാട് കായലിൽ വന്നു കഴിഞ്ഞാൽ കിട്ടും. നീണ്ടു നിവർന്ന് കിടക്കുകയാണ് കായൽ, അറ്റൊക്കെ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും, അത്രയും വലിയ കായലാണ്. നമ്മളിപ്പോൾ പോയി ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു യാത്രയാട്ടോ, ഒരു 40 മിനിറ്റിൻ്റെ യാത്രയാണ് നമ്മുടെ കുമരകം തൊട്ട് മുഹമ്മ വരെ. നമ്മുടെ നെടുമുടി, ഞാൻ ഇതിനു മുന്നേ നടത്തിയ 2 യാത്രയുണ്ട്. ആലപ്പുഴ തുടങ്ങി കൈനഗിരി, അതുപോലെ ആലപ്പുഴ മാതാപൂർച്ചെടി തുടങ്ങി നെടുമുടി വരെ. അതൊക്കെ നമുക്കൊരു 1.5 മണിക്കൂർ, പിന്നെ നെടുമുടി 2.5 മണിക്കൂറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ദൈർഘ്യമുള്ളൊരു യാത്രയായിരുന്നു. അതിന് നമുക്ക് കൈനഗിരി വരെ 60 രൂപയും നമ്മളെ നെടുമുടി വരെ നമുക്ക് എത്രയായിരുന്നു, 19 രൂപയായിരുന്നു കേട്ടോ ഒരാൾക്കായത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു റേറ്റിൽ ഒരു 16, 19, അതുപോലെ ഈ 60 രൂപ അപ്പർ ഡെക്കിനായിരുന്നു കേട്ടോ. നമ്മൾ താഴത്തെ ഡെക്കിന് നമ്മുടെ കൈനഗിരി എടുക്കുകയാണെങ്കിൽ പോലും 16 രൂപയാവുള്ളൂ. അപ്പോൾ ആലപ്പുഴ വരാൻ ഉദ്ദേശിക്കുന്നവർക്ക്, ബഡ്ജറ്റ് ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആലപ്പുഴ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് പോകട്ടെ. കുറേ പേരൊക്കെ വിചാരിച്ചിരിക്കുന്നത് ടൂറിസ്റ്റ് ബോട്ട് മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ സാധാരണ ജനങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടാണ് നമ്മുടെ ഈ ഗവൺമെൻറ് ബോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് എല്ലാവർക്കും ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഒരു 3-4 പ്രാവശ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ധാരാളമായിട്ട് എല്ലാ സ്ഥലങ്ങളും ആലപ്പുഴയിൽ തന്നെ നമുക്ക് ഈ വേമ്പനാട് കായലും അതുപോലെ കുറച്ച് കണക്റ്റായിട്ടുള്ള കായലുകളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇങ്ങനൊരു രീതിക്ക് ഉപകാരപ്പെടുന്നതെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അങ്ങ് സൂം ചെയ്യുമ്പോൾ പാതിരാമണലിൻ്റെ കുറച്ച് ഭാഗങ്ങൾ അവിടെ കാണാം കേട്ടോ. അതൊക്കെയാണ് പാതിരാമണലിൻ്റെ ഭാഗങ്ങൾ വരുന്നത്. അപ്പോൾ നമുക്ക് ഏതാണ്ടൊക്കെ കരയൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചിടത്തുള്ളിൽ നമുക്ക് എന്തായാലും നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ മുഹമ്മയിലേക്ക് നമ്മൾ അടുപ്പിക്കും കേട്ടോ. അപ്പോൾ ആലപ്പുഴയ്ക്ക് നമ്മൾ കയറാൻ പോവാണ് കുറച്ച് നേരത്തിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ ബോട്ടിൻ്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ലൈബ്രറി പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ബുക്സൊക്കെ വെച്ചിട്ട് കാര്യങ്ങളൊക്കെ ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ബാഗ് ഇവിടെ വെച്ചു, ബാഗ് കാര്യങ്ങളൊക്കെ വെച്ചു. പിന്നെ നമ്മൾ ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഒരു ലൈഫ് ജാക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എല്ലാ ബോട്ടിലും കമ്പൽസറിയാണ് ലൈഫ് ജാക്കറ്റ്. നമ്മൾ മറ്റേ ആലപ്പുഴ ബോട്ടിൽ പോയ സമയത്തും ലൈഫ് ജാക്കറ്റൊക്കെ എല്ലാ ബോട്ടിലും തന്നെ അവർ കൊടുത്തിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ കണ്ടു തുടങ്ങിയിരിക്കുക കേട്ടോ. നമ്മുടെ അപ്പുറത്തെ സൈഡ് കണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മുഹമ്മ ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട്. ബോട്ട് ഇപ്പോൾ തിരിഞ്ഞ് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ നേരെ ചെന്ന് കയറുന്നത് മുഹമ്മയിലേക്കായിരിക്കും കേട്ടോ. ആകെ കുറച്ച് സമയം തന്നെ എടുക്കുന്ന ഒരു യാത്ര തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ നമ്മുടെ അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നതിൻ്റെ ക്രോസ് ആയിട്ടൊരു ഹൗസ് ബോട്ട് പോകുന്നുണ്ട് കേട്ടോ. അത് മിക്കതും കടന്നു പോകും തോന്നുന്നു നമ്മുടെ മുന്നിൽ കൂടെ. നമ്മൾ പോണതിന് മുന്നേ തന്നെ അത് കടന്നു പോയിരിക്കുക കേട്ടോ. അതിലും ഗസ്റ്റുകളുണ്ട്, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പോകുന്നൊരു ഹൗസ് ബോട്ട് തന്നെയാണ് അത്. ഞാൻ പറഞ്ഞില്ലേ, ഈ കായലിൽ മൊത്തം ഇതാട്ടോ. അതേ അവിടെ നമുക്ക് ദൂരെ നിങ്ങൾക്ക് സൂം ചെയ്താൽ കാണാൻ പറ്റും. ഒരെണ്ണം അവിടെ ഡെക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ ഉച്ചയ്ക്ക് കുറച്ച് അവിടെ റെസ്റ്റ് ചെയ്തിട്ടൊക്കെ വേണ്ടി തിരിച്ച് പോകണ്ടാവുള്ളൂ. അപ്പോൾ അത് അവിടെ ഡെക്ക് ചെയ്യണതാണ്. ഇപ്പോൾ ഈ പോകുന്ന ഹൗസ് ബോട്ടും എനിക്ക് മിക്കവാറും അവിടെ ഡെക്ക് ചെയ്യുന്ന തന്നെ തോന്നുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ അടുത്തോണ്ടിരിക്കുക കേട്ടോ. നമ്മൾ മുഹമ്മ എടുത്തോണ്ടിരിക്കുകയാണ്, മുഹമ്മ ജെട്ടിയുടെ അടുത്ത് അടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ തിരുവിൽ നിങ്ങൾക്ക് കാണാൻ ജെട്ടി കേട്ടോ. അതെ, ആ സൂം ചെയ്ത് കാണുന്ന ബിൽഡിംഗ് ഇല്ലേ, അത് തന്നെയാണ് മുഹമ്മ ബോട്ട് ജെട്ടി കേട്ടോ. ആ സിംഗിളായിട്ട് കാണുന്ന 2 ബിൽഡിംഗ് ഇല്ലേ, ആ ചെറിയ 2 ബിൽഡിംഗാണ് നമ്മുടെ ജെട്ടി വരുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ തിരിഞ്ഞ് വളഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ ബോട്ട് ജെട്ടിയിലേക്ക് പോവുക. അവിടെ ഒരു വഞ്ചെടുത്തൊരു ചേട്ടൻ മീൻ പിടിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനത്തെ കുറച്ച് ആൾക്കാരൊക്കെ ഇറങ്ങും, അവരുടെ ഏരിയയിലായിട്ടുള്ള അവർ ഫുള്ള് മീൻ പിടിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങും. അവരവരുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വൈകിട്ടാകുമ്പോഴേക്കും വരും കേട്ടോ. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ ഈ ബോട്ടുകളും അതേപോലെ തന്നെ ഹൗസ് ബോട്ടുകളൊക്കെ ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ പോകുന്നത്. നമ്മൾ വേഗം തന്നെ എത്തി കേട്ടോ. അധികം സമയമൊന്നും എടുത്തില്ല, 40 മിനിറ്റ് പോലും എടുത്തിട്ടില്ല. കാരണം 12:27 ആകുമ്പോഴേക്കും നമ്മളിത് ജെട്ടി അടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് കേട്ടോ നമ്മുടെ മുഹമ്മ ജെട്ടി വരുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇറങ്ങിയിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിനെക്കാട്ടിലും വേഗം നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ അധികം ആൾക്കാർ തന്നെ ഇല്ല ഇറങ്ങാനും കയറാനൊക്കെ ആയിട്ടും. നമുക്ക് അധികം നേരം തന്നെ എടുത്തില്ല കേട്ടോ. നമ്മളിത് ഇറങ്ങാൻ പോവാണ് നമ്മുടെ മുഹമ്മ ജെട്ടിയിൽ. ഇവിടെ നിന്ന് നമുക്കിനി പതുക്കെ മുമ്പിലോട്ട് പോയിട്ട് എവിടെ നിന്നൊക്കെയാണ് വണ്ടി കിട്ടുക എന്നുള്ളതൊക്കെ നോക്കാം കേട്ടോ. ആലപ്പുഴയ്ക്കുള്ളത് നമ്മുടെ വണ്ടി ഇപ്പോൾ ബോട്ട് ഇപ്പോൾ സൈഡ് ഉറപ്പിച്ച് കഴിഞ്ഞു. നമുക്ക് പതുക്കെ ഇറങ്ങാം. ആൾക്കാരൊക്കെ ഇറങ്ങിയിട്ടാട്ടോ വണ്ടികൾ ഇറങ്ങാം. അപ്പോൾ വണ്ടികൾ ഓരോന്നായിട്ട് ഇപ്പോൾ ഇറങ്ങുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ. ഓരോ വണ്ടികളായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ.
അധികം വണ്ടിയൊന്നും ഇല്ല, 2 സൈക്കിളും ഒരു സ്കൂട്ടറും മാത്രമേ ഉള്ളൂ എന്ന് ഇറങ്ങാനായിട്ട്. ഇവിടെ നിന്ന് ഇപ്പോൾ ഒരെണ്ണം റിവേഴ്സ് അടിച്ച് പോകുന്നുണ്ട് ഒരു ബോട്ട്. ഇങ്ങനെ റിവേഴ്സ് പോകണം. നമ്മളെ ബോട്ട് വന്ന് കയറിയപ്പോൾ തന്നെ ഇത് റിവേഴ്സ് പോവാണ്. നമ്മളിവിടെ നിൽക്കുമ്പോൾ തന്നെ പാതിരാമണലിലെ ബോട്ട് ഇവിടെ വന്നിരിക്കുക കേട്ടോ. അപ്പോൾ അതിലത്തെ ആൾക്കാരൊക്കെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പാതിരാമണലിലോട്ട് പോകുന്ന ബോട്ട് കേട്ടോ. ഞാനവിടെ നോക്കിയാൽ പറയാൻ കഴിഞ്ഞാൽ ഒരാൾക്ക് 100 രൂപ കേട്ടോ പാതിരാമണൽ വരെ പോകാനുള്ള ചാർജ്. അപ്പോൾ അവരുടെ ബോട്ടൊക്കെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ബോട്ട് ഇപ്പോൾ ഇവിടെ നിന്ന് എടുത്ത് പോകും കേട്ടോ. ഇത് 1:15 ആകുമ്പോഴാണ് ഈ ബോട്ട് തിരിച്ച് നമ്മുടെ കുമരകത്തോട്ട് പോവുക. നമ്മുടെ പാതിരാമണൽ ബോട്ട് ഇവിടെ കേരള സർക്കാരിൻ്റെ ഇവിടെ കിടക്കുന്നുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് പുറത്തേക്ക് പോകേണ്ടത്. അപ്പോൾ നമ്മൾ നേരെ പുറത്തേക്ക് കിടക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ കുറച്ച് നേരം എൻ്റെ ഫോണൊന്ന് ചാർജിന് ഇട്ടോ കേട്ടോ. ഇതാണ് ഇവരുടെ ഓഫീസ്, ജലഗതാഗത വകുപ്പിൻ്റെ ഓഫീസ് കേട്ടോ. മൊഹമ്മ ഓഫീസ് ഇതാണ്. അപ്പോൾ ഇതന്നെയാണ് മൊഹമ്മ ജെട്ടി വരുന്നത്. ഇതാണ് കേട്ടോ നമ്മുടെ സംസ്ഥാന ജലഗതാഗത വകുപ്പിൻ്റെ ഒരു ഇത് വരുന്നത്. ഇവിടുത്തെ മൊഹമ്മ ജെട്ടിയുടെ മൊഹമ്മ ടു കുമരകം വരെ പോകുന്ന ബോട്ടിൻ്റെ ടൈമിങ്സ് ആട്ടോ വരുന്നത്. അതിൻ്റെ അപ്പുറത്ത് തന്നെ വേറെ ബോട്ടുകളുടെ ടൈമിങ്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ പാതിരാമണൽ സ്പെഷ്യൽ ബോട്ട് സർവീസും ഉണ്ട് കേട്ടോ. രാവിലെ 10 തുടങ്ങി വൈകിട്ട് 4 വരെ. ഒരാൾക്ക് 100 രൂപ കേട്ടോ. മിനിമം 10 പേരെങ്കിലും വേണം. 1000 രൂപ ഉണ്ടെങ്കിലാണ് ആ ബോട്ട് പോകുള്ളൂ. അപ്പോൾ നമുക്കിവിടെ നിന്ന് നേരെ പുറത്തോട്ട് പോകാട്ടോ. അപ്പോൾ നമുക്ക് പുറത്തിറങ്ങി വരുമ്പോൾ തന്നെ ഇതാട്ടോ നമ്മുടെ ജെട്ടിയുടെ എൻട്രൻസ് വരുന്നത്. മൊഹമ്മ ജെട്ടിയുടെ നന്ദി മൊഹമ്മ ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മൊഹമ്മ ജെട്ടിയുടെ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ സൈഡിൽ പള്ളിയാട്ടോ നമുക്ക് കാണുന്നത്. നമുക്ക് ആ ബോട്ടിൽ വരുമ്പോൾ സൈഡിൽ കാണാമായിരുന്നു. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് ഓട്ടോ സ്റ്റാൻഡൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ പാർക്കിംഗ് സ്പേസ് ഒക്കെ ഉണ്ട്. നമുക്ക് പതുക്കെ മുമ്പിലോട്ട് നടക്കാം. നല്ല റോഡ് തന്നെ കേട്ടോ മുമ്പിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഒരു 1/2 കിലോമീറ്റർ മുന്നോട്ട് നടക്കണം എന്നാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ ഈ വന്ന ബോട്ട് യാത്ര എന്ന് പറയുന്നത് മീനച്ചിലാറിൻ്റെ കൈവരി കൂടെ തുടങ്ങി നമ്മൾ വേമ്പനാട് കായലിൽ കൂടെ ആയിട്ട് മെയിനായിട്ട് വന്നത്. 99% നമ്മൾ വേമ്പനാട് കായലിൽ കൂടെയാണ് വന്നത്. ഈ ആലപ്പുഴയിൽ നിന്ന് തുടങ്ങുന്ന ഈ ബോട്ട് സർവീസുകളൊക്കെ മിക്കതും ഈ കൈവരി പോലത്തെ ചാനലുകളിൽ തുടങ്ങി അവിടെ നിന്ന് നേരെ ചെന്ന് വേമ്പനാട് കായലിലോട്ടാണ് ജോയിൻ്റ് ആവുക. നമ്മളിതിന് മുന്നേ പോയിട്ടുള്ള മറ്റേ നെടുമുടി ബോട്ട് യാത്രയാണെങ്കിലും അതേപോലെ കൈനഗിരി ആണെങ്കിലും ചെറിയ ചെറിയ ചാനലിൽ കൂടെ നേരെ ചെന്നാണ് നമ്മൾ നേരെ മെയിൻ കായലിലോട്ട് കയറിയത്, വേമ്പനാട്ട് കായലിലോട്ട് കയറിയത് കേട്ടോ. പക്ഷേ ഇത് കുമരകത്തിൽ നിന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ മീനച്ചിലാറിൻ്റെ കൈവരിയിൽ നിന്ന് നേരെ നമ്മൾ വന്ന് വേമ്പനാട് കായലിലോട്ട് കയറി കേട്ടോ. 99% നമ്മൾ കായലിൽ തന്നെയാണ്, മെയിൻ കായലിൽ തന്നെയാണ് യാത്ര ചെയ്തിട്ടുള്ളത്. ഈ ജെട്ടിയിലോട്ട് വരുന്ന വഴിയും നല്ല അടിപൊളി വഴി തന്നെയാണ് കേട്ടോ. മുഹമ്മദ് ജെട്ടിയിലോട്ട് വരുന്ന വഴിയും നല്ല അടിപൊളി വഴിയാണ്. അപ്പോൾ അതേ കാണുന്നതാണ് നമ്മുടെ ജെട്ടിയുടെ ഒരു ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു 1/2 കിലോമീറ്റർ മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ മെയിൻ റോഡാണെന്ന് കേട്ടോ പറഞ്ഞത്. അപ്പോൾ നമുക്ക് മുന്നോട്ട് നടന്ന് നമുക്ക് നമ്മുടെ ബസ് എടുക്കാം. അവിടെ നിന്നാണ് നമുക്ക് ആലപ്പുഴയ്ക്ക് പോകാനുള്ള ബസ്. ആ ബോട്ട് ഇനി അവിടെ നിന്ന് 1:15 തിരിച്ചു പോകാം. അപ്പോൾ ഞാൻ അത്ര നേരം അവിടെ നിൽക്കുന്നില്ല. അപ്പോൾ ഞാൻ നേരെ ഇപ്പോൾ തിരിച്ച് നടക്കുകയാണ്. തിരിച്ച് നടന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ ആലപ്പുഴ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് തിരിച്ച് പോകാനുള്ള ട്രെയിൻ തന്നെ കിട്ടും. അപ്പോൾ അതിനെ കൊണ്ടിട്ടാണ് ഞാൻ നേരത്തെ തന്നെ ഇറങ്ങിയത് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ആ ബോട്ട് ഷൂട്ട് ചെയ്ത് നടക്കാൻ അനുസരിച്ച് പോയാൽ മതിയായിരുന്നു. അപ്പോൾ നമ്മളിതേ മുമ്പിലോട്ട് നടക്കുകയാണ് നമ്മുടെ ബസ് ലക്ഷ്യമാക്കി. നടന്ന് നമ്മൾ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ എത്തിയിരിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് തന്നെയാണ് നമുക്ക് ആലപ്പുഴയിലോട്ടുള്ള ബസ് വരിക. അപ്പോൾ ഇവിടെ നിൽക്കണം എന്നാണ് പറഞ്ഞത് കേട്ടോ. ഇപ്പോൾ ബസ്സൊന്നും കാണാനില്ല. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് നോക്കാം, സ്റ്റാൻഡിൽ നിന്ന് നോക്കാം ബസ്സിൻ്റെ ടൈമിങ്സ് എങ്ങനെയാണെന്നുള്ളത് കേട്ടോ. നമ്മളിത് ഈ ജംഗ്ഷനിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ജംഗ്ഷനാണ് മൊഹമ്മ ജെട്ടിയിലേക്ക് പോകാനുള്ള ഒരു വഴി, ആ ജംഗ്ഷനിലുള്ള വഴി കേട്ടോ. ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ബോട്ടിൻ്റെ ടൈമിങ്സൊക്കെ. നമുക്കൊരു KSRTC തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ആലപ്പുഴ പോകാനായിട്ട്. അപ്പോൾ 20 രൂപയാണ് ഒരാൾക്ക് ചാർജ്. അപ്പോൾ നമ്മളിത് ബസ്സിൽ കയറി ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എടുത്തിട്ട് ഇപ്പോൾ കുറച്ച് നേരമായി. നമ്മുടെ ഓടി കയറുക ചെയ്തത് ബസ് എടുത്തപ്പോൾ തന്നെ. ഇവിടെ നിന്ന് ഒരു 40 മിനിറ്റ് ഉണ്ടോ നമുക്ക് ആലപ്പുഴ പോകാനായിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ അധികം ലേറ്റ് ആവാതെ എത്തുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു 1 മണിക്ക് കയറിയിട്ടുണ്ട്. 1:45 നമ്മൾ ആലപ്പുഴ എത്തും. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് എന്തായാലും മാറി കയറിയിട്ട് വേണം നമുക്ക് നമ്മുടെ ബസ് സ്റ്റാൻഡിൽ പോകാനായിട്ട്. പിന്നെ എന്തായാലും KSRTC വരെ പോകുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് വേറെ ബസ് പിടിക്കേണ്ടി വരും. മാനാഞ്ചേരി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു 1:45 അടുപ്പിച്ച് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആലപ്പുഴ എത്തും. അപ്പോൾ നമുക്ക് എന്തായാലും KSRTC സ്റ്റാൻഡ് ഇറങ്ങിയിട്ട് വീണ്ടും ബസ് മാറി കയറണം കേട്ടോ. ബസ് മാറി കയറി പ്രൈവറ്റ് പിടിച്ച് വേണം നമുക്ക് ഇവിടെ പോയി ഇറങ്ങാനായിട്ട്, നമ്മുടെ എന്താ പറയുക റെയിൽവേ സ്റ്റേഷനിൽ പോയി ഇറങ്ങാനായിട്ട്. കാരണം അങ്ങോട്ട് KSRTC പോവില്ല. അപ്പോൾ KSRTC ഡിപ്പോയിൽ പോയി നമ്മൾ കുറച്ച് മുമ്പിലോട്ട് നടന്ന് പ്രൈവറ്റ് എടുത്തിട്ട് വേണം പോകാനായിട്ട്. ചിലപ്പോൾ ഡിപ്പോൻ്റെ മുന്നേ തന്നെ ഇറങ്ങാം. നമുക്ക് നോക്കിയിട്ട് ചേട്ടാ എവിടെ ഇറങ്ങണമെന്ന് ഞാൻ പറയാം. എനിക്കിവിടെ നിന്ന് ആലപ്പുഴ വരെ പോകാൻ 20 രൂപയായിട്ടോ ആയത്. 13 കിലോമീറ്ററാണ് നമ്മുടെ മൊഹമ്മേൻ്റെ അവിടെ നിന്ന് ആലപ്പുഴ വരെ ഉള്ളത് കേട്ടോ.
13 കിലോമീറ്റർ സഞ്ചരിക്കാനായിട്ട് ഏതാണ്ട് ഒരു അരമണിക്കൂർ എടുക്കുന്നതാണ് പറഞ്ഞത്. 35-40 മിനിറ്റ് എടുക്കുന്നതാട്ടോ പറഞ്ഞത്. അപ്പോൾ ഒരു സ്ഥലം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ കണ്ടക്ടർ ചേട്ടനോട് ചോദിച്ചു. അപ്പോൾ ആ ചേട്ടൻ ഒരു സ്ഥലത്ത് ഇറക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്നാണ് നമുക്ക് പ്രൈവറ്റ് ബസ് കയറിയിട്ട് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകേണ്ടത് കേട്ടോ. അപ്പോൾ അത് മിക്കവാറും ബസ് സ്റ്റാൻഡ് ആവില്ല. അത് ഞാൻ എവിടെയാണെന്നുള്ളത് പറയാം. ഞാനിപ്പോൾ വന്നത് ഈ ഒരു KSRTCയിലാട്ടോ, നമ്മൾ ആലപ്പുഴ ഡിപ്പോടാ. അപ്പോൾ എന്നെ ഇറങ്ങാൻ പറഞ്ഞിട്ടത് കൈചൂണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. കൈചൂടി മുക്ക് അവിടെ നിന്നാണ് നമുക്ക് റെയിൽവേയിലോട്ടുള്ള ബസ് കിട്ടാട്ടോ. അപ്പോൾ അങ്ങോട്ട് കടന്ന് നിൽക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ റോഡ് ക്രോസ് ചെയ്ത് അങ്ങോട്ട് കിടക്കാൻ പോവാണ്, കൈചൂടി മുക്ക്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് റെയിൽവേയിലേക്കുള്ള ബസ് പിടിച്ച് പോവാട്ടോ. അപ്പോൾ ആ ബസ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോണ ബസ്സാട്ടോ, നമുക്ക് അതിൽ പോയി കയറാം. ഞാൻ വന്ന ബസ് ഇവിടെ നിന്ന് തിരിച്ചെടുത്തുകൊണ്ട് പോയിട്ടോ. അത് വന്നു അപ്പോൾ തന്നെ അവിടെ നിന്ന് എടുത്തു. അത് ഒരു അധികം നേരമൊന്നും എടുത്തില്ല കേട്ടോ. നമ്മൾ അവിടെ നിന്ന് കയറിയിട്ട് ഒരു 20 മിനിറ്റിനകത്ത് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ഞാൻ ടിക്കറ്റും എടുത്തു. അപ്പോൾ ഞാൻ തിരിച്ചു പോകുന്നത് തൃശ്ശൂരിലോട്ട് പോകുന്നത് ചെന്നൈ സൂപ്പർ ഫാസ്റ്റിലാവും കേട്ടോ. അപ്പോൾ അതിൻ്റെ ടൈമാകുമ്പോൾ കയറിയിരിക്കണം. അപ്പോൾ അങ്ങനെയാണ് പരിപാടി. അപ്പോൾ നമ്മുടെ പരിപാടികളൊക്കെ തീർന്ന് നമ്മളത് നേരെ നമ്മുടെ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് പ്ലാറ്റ്ഫോമിലായിട്ടോ ഞാനുള്ളത്. അങ്ങനെ നമ്മുടെ ബോട്ട് യാത്രയൊക്കെ നല്ല അടിപൊളിയായിട്ട് അവസാനിപ്പിച്ചത് നമ്മൾ ആലപ്പുഴയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലാട്ടോ. നമ്മുടെ കുമരകം തൊട്ട് മുഹമ്മ വരെയുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ആ ഒരു 40 മിനിറ്റ് ദൈർഘ്യമേറിയ ബോട്ട് യാത്ര നമ്മൾ അടിപൊളിയായിട്ട് തന്നെ കവർ ചെയ്ത് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അത്യാവശ്യം കാര്യങ്ങൾ എനിക്ക് അതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട്. ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റിയിട്ടുണ്ട്. ഗവൺമെൻറ് ബോട്ടുകളുടെ ഉപകാരങ്ങളെ കുറിച്ച് പറഞ്ഞുതരാൻ പറ്റിയിട്ടുണ്ട്. ബഡ്ജറ്റായിട്ട് നമുക്ക് എല്ലായിടത്തും ട്രാവൽ ചെയ്യാം കേട്ടോ. ഈ ബഡ്ജറ്റ് വെച്ചിട്ട് നമുക്ക് അത്യാവശ്യം വേമ്പനാട് കായലൊക്കെ ചുറ്റി തിരിഞ്ഞ് കണ്ടുവരാം. കുറേ സർവീസുകളുണ്ട് ഈ ഗവൺമെൻറ് ബോട്ടിൽ തന്നെ. അപ്പോൾ എല്ലാം നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക. ഞാൻ 2-3 ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ചെറിയ ബോട്ട് യാത്ര വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണ് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പിന്നെ നിങ്ങളുടെ കമൻറ്റ് അതെന്തായാലും വീഡിയോയുടെ ഇതിൽ രേഖപ്പെടുത്തുക. അതാണ് എനിക്ക് അടുത്തടുത്ത വീഡിയോ ഇമ്പ്രൂവ് ചെയ്യാനുള്ള പ്രചോദനം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. പാക്കലാം ഗൈസ്. ബൈ ഫ്രം ആലപ്പുഴ.